കേവലം 18 വർഷം കൊണ്ട് ഒന്നുമില്ലായ്മയിൽ നിന്ന് 37,000 കോടി അമേരിക്കൻ ഡോളർ ആസ്തിയുമായി എണ്ണം പറഞ്ഞ കോടീശ്വരന്മാരിൽ ഒരുവനായി മാറിയ ജാക്ക് മായെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? സ്വന്തമായ ഒരു ഇമെയിൽ പോലും ഇല്ലാതിടത്ത് നിന്ന് വളരെ കുറച്ച് നാളുകൾ കൊണ്ട് ദിനം തോറും 10 കോടിയോളം ആളുകൾ വ്യാപാരത്തിനായി ആശ്രയിക്കുന്ന ലോകത്തിലെ മുൻനിര ഇന്റർനെറ്റ് അധിഷ്ഠിത കമ്പനികളിൽ ഒന്നായി മാറിയ ആലിബാബ ഇ കൊമേഴ്സ് കമ്പനിയുടെ ഉടമയാണ് ജാക്ക് മാ. സമ്പത്തിൽ ഇന്ത്യയിൽ 1ാം സ്ഥാനക്കാരൻ മുകേഷ് അംബാനിയെക്കാളും മുകളിലാണ് കേവലം ഒരു വെബ് പ്ലാറ്റ്ഫോം വഴി വെറും 18 വർഷം കൊണ്ട് കോടീശ്വരനായ ജാക്ക് മായുടെ സ്ഥാനം. ആലിബാബയെ കുറിച്ചും താൻ കടന്നുവന്ന വഴികളെ കുറിച്ചും ജാക്ക് മാ പറയുന്നത് കേൾക്കൂ. എന്റെ ജന്മദേശമായ ഹാങ്ഷുവിലെ ഷാങ്ഗ്രില ഹോട്ടലിൽ അമേരിക്കയിൽ നിന്നും മറ്റും വരുന്ന വിദേശികളെ സ്ഥലങ്ങൾ ചുറ്റി നടന്ന് കാണിക്കുവാൻ 9 വർഷക്കാലം ഞാനൊരു ഗൈഡായി ജോലി നോക്കിയിരുന്നു. അവരാണ് എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചത്. എന്നെ രൂപപ്പെടുത്തുന്നതിൽ അത് വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ 9 വർഷക്കാലം വിദേശ വിനോദസഞ്ചാരികളാണ് എന്റെ മനസ്സ് തുറന്നത്. ഞാൻ എന്റെ നാട്ടിലെ സ്കൂളിൽ നിന്ന് പഠിച്ചതിൽ നിന്ന് ഞാൻ അതുവരെ അറിഞ്ഞതിൽ വെച്ച് വളരെ വ്യത്യസ്തമായ അറിവുകളാണ് അവരിൽ നിന്നും എനിക്ക് ലഭിച്ചത്. എന്റെ ശരിക്കുള്ള പേര് മായുൻ എന്നാണ്. ഷാങ്ഗ്രില ഹോട്ടലിൽ വെച്ച് പരിചയപ്പെട്ട ടെന്നസിയിൽ നിന്നുള്ള എന്റെ ഒരു കൂട്ടുകാരിയാണ് മായുൻ എന്ന പേര് ജാക്ക് മാ എന്നാക്കിയത്. അവർ ഹാങ്ഷുവിൽ വന്നത് മുതൽ ഞങ്ങൾ സുഹൃത്തുക്കളായി. അവർക്ക് എന്റെ പേരെഴുതാനും പറയാനും ബുദ്ധിമുട്ട് വന്നപ്പോൾ അവളാണ് എളുപ്പത്തിനു വേണ്ടി എന്നെ ജാക്ക് എന്ന് വിളിച്ചു തുടങ്ങിയത്. അങ്ങനെ എനിക്ക് ഒരു ഹൈവേ പണിക്കാണ് 1995 ഞാൻ അമേരിക്കയിൽ എത്തുന്നത്. അന്ന് സിയാറ്റിലിൽ എന്റെ ഒരു കൂട്ടുകാരന് ഒരു ഓഫീസ് ഉണ്ട്. അവിടെ കുറെ കമ്പ്യൂട്ടറുകൾ ഉണ്ടായിരുന്നു. എന്നെ ഇന്റർനെറ്റ് കാണിച്ചിട്ട് അവൻ പറഞ്ഞു, ജാക്ക്, ഇതാണ് ഇന്റർനെറ്റ്. നിനക്ക് ഇഷ്ടമുള്ളത് സെർച്ച് ചെയ്യൂ, അത് കാണിച്ചു തരും. ഞാൻ ബിയറിനെ കുറിച്ച് സെർച്ച് ചെയ്തു. ദാ വരുന്നു ഉത്തരം. അമേരിക്കൻ ബിയർ, ജർമ്മൻ ബിയർ, ജപ്പാൻ ബിയർ. പക്ഷെ ചൈനയിൽ നിന്ന് മാത്രം ഒന്നുമില്ല. ചൈനയെ കുറിച്ച് ഉത്തരം തരാൻ സൈറ്റുകൾ ഒന്നുമില്ല. അന്ന് തന്നെ ഞങ്ങൾ ചൈനയെ കുറിച്ച് ഒരു വെബ് പേജ് ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്തു. രാവിലെ 9:40 ആ സൈറ്റ് പ്രസിദ്ധപ്പെടുത്തുന്നത്. എന്റെ കൂട്ടുകാരന്റെ ഫോൺ വന്നു. ജാക്ക്, നിനക്ക് 5 ഇമെയിലുകൾ വന്നിരിക്കുന്നു. എന്താണ് ഇമെയിൽ? അന്ന് ഇതൊന്നും എനിക്കറിയില്ല. ഇന്റർനെറ്റിന്റെ വലിയ സാധ്യതകളെ കുറിച്ച് ഞാൻ അറിയുന്നത് അങ്ങനെയാണ്. അമേരിക്കയിൽ നിന്നും ഇന്റർനെറ്റിൽ എന്തെങ്കിലും ചെയ്യുക എന്ന വലിയ സ്വപ്നവുമായാണ് ഞാൻ ചൈനയിൽ തിരികെ എത്തുന്നത്. ലോകത്തെ മാറ്റാൻ തക്ക ശേഷി ഇന്റർനെറ്റിനുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ 1996, 1997 ഞങ്ങൾക്ക് വലിയൊരു പ്രതിസന്ധിയുടെ സമയമായിരുന്നു. ബന്ധുക്കളിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും $2,000 കടം വാങ്ങി. തുടക്കത്തിൽ ചൈന ടെലികോമിനോട് ചേർന്ന് ഞങ്ങൾ പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു. പക്ഷേ അത് അധികകാലം നീണ്ടില്ല. ഇന്റർനെറ്റ് രാജ്യത്ത് കൂടുതൽ വ്യാപിപ്പിക്കുവാൻ ഗവൺമെന്റിൽ സ്വാധീനം ചെലുത്തുവാൻ വേണ്ടി ബീജിംഗിൽ പോയി. പക്ഷേ 2 കൂട്ടുകാരുടെയും ആശയങ്ങൾ ഒത്തുപോവില്ലെന്നറിഞ്ഞതോടെ ഞാൻ ബീജിംഗ് വിട്ടു. എല്ലാം വിട്ടെറിഞ്ഞു പോയാലോ എന്ന് ചിന്തിച്ച കാലം തിരിച്ച് നാട്ടിലേക്ക്, ഹാങ്ഷുവിലേക്ക്. അങ്ങനെ 1999 ഫെബ്രുവരി 21 എന്റെ വീട്ടിലേക്ക് എന്റെ 18 സുഹൃത്തുക്കളെ ഞാൻ വിളിച്ചു. ആ മീറ്റിംഗിന്റെ വീഡിയോ ഇന്നും ഞങ്ങളുടെ കയ്യിലുണ്ട്. അന്ന് തൊട്ട് ഇന്നോളം കമ്പനി സംബന്ധമായ എല്ലാ മീറ്റിംഗുകളുടെയും വീഡിയോ ഞങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. ഞങ്ങളെടുത്ത തീരുമാനങ്ങളിൽ എവിടെയാണ് തെറ്റുകൾ വന്നതെന്ന് അടുത്ത തലമുറയ്ക്ക് അറിയുവാൻ വേണ്ടി ഇത് വളരെ സഹായകമാകും. ഹാങ്ഷുവിൽ 1994 ആലിബാബ ആരംഭിക്കുന്നത്. ചിലർ ചോദിച്ചു, എന്താണ് നിങ്ങൾ ബീജിംഗിൽ അല്ലെങ്കിൽ ഷാങ്ഹായിൽ തുടങ്ങാമായിരുന്നില്ലേ? അന്ന് ഹാങ്ഷു ഒന്നുമല്ല. അവരോട് ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അന്ന് നോക്കിയ വലിയൊരു കമ്പനിയാണ്. അതിന്റെ ആസ്ഥാനം എവിടെയാണ്? ഫിൻലൻഡിലെ ഒരു കുഞ്ഞു ദ്വീപിലാണ്. നിങ്ങൾ എവിടെയാണ് എന്നതല്ല പ്രധാനം, നിങ്ങളുടെ ഉൾക്കാഴ്ച എത്രമാത്രം ശക്തമാണ് എന്നതാണ്. ബീജിംഗിൽ പ്രധാനമായും ഗവൺമെന്റിന്റെ വ്യവസായങ്ങളാണ്. ഷാങ്ഹായിലാണെങ്കിൽ IBM, മൈക്രോസോഫ്റ്റ് പോലുള്ള ബഹുരാഷ്ട്ര കമ്പനികളാണ്. ഈ കുഞ്ഞൻ സ്റ്റാർട്ടപ്പ് പ്രസ്ഥാനത്തിൽ അവിടെ വലിയൊരു പ്രസക്തിയില്ല. ബീജിംഗിലോ ഷാങ്ഹായിലോ നമ്മൾ ഒന്നുമല്ല. എന്നാൽ സ്വന്തം നാടായ ഹാങ്ഷുവിൽ നമ്മൾ എന്തോ ആണ്. 1999, 2000 കാലത്ത് ആലിബാബ തുടങ്ങിയ സമയത്ത് ഞങ്ങളുടെ ബിസിനസ് രീതികൾ അന്ന് അധികമാർക്കും അറിയില്ല. അന്ന് ആകെ അറിയപ്പെട്ടിരുന്നത് യാഹു അതുപോലുള്ള കുറച്ചു കമ്പനികൾ മാത്രം. ഒരു കിറുക്കൻ തങ്ങൾക്ക് മനസ്സിലാക്കാത്ത എന്തോ വികൃതികൾ ചെയ്യുന്നതായിട്ടാണ് ആളുകൾക്ക് തോന്നിയത്. ടൈം മാഗസിൻ പോലും ആദ്യം എന്നെ വിശേഷിപ്പിച്ചത് ക്രേസി ജാക്ക് എന്നാണ്. എല്ലാവരും തുടക്കത്തിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം ചെയ്യുന്നതിൽ എന്താണ് നമുക്കുള്ള മേന്മ? ആളുകൾ കിറുക്കൻ എന്ന് വിളിച്ചാലും ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് വ്യക്തമായി അറിയാമായിരുന്നു. ലോകം മുഴുവൻ പരക്കുന്ന ഇന്റർനെറ്റിൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു പേര് വേണമെന്ന് കരുതിയിട്ടാണ് ആലിബാബ എന്ന പേര് നൽകിയത്. അക്കാലത്തെ അറിയപ്പെടുന്ന ഒരു പേര് യാഹു ആണ്. അന്ന് ഞാൻ സാൻ ഫ്രാൻസിസ്കോയിലായിരുന്നു. റിയിലേക്ക് വന്ന വേലക്കാരിയോട് ഞാൻ ചോദിച്ചു, ആലിബാബയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആലിബാബയെ കുറിച്ചും 40 കള്ളന്മാരെ കുറിച്ചും കേൾക്കാത്തവർ ആരുണ്ട്? അതായിരുന്നു
അവരുടെ മറുപടി. ഇന്റർനെറ്റ് പ്രതീക്ഷിച്ച പോലെ വ്യാപിക്കാതിരുന്ന തുടക്കകാലത്ത് കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ടു പോകുമെന്നോർത്ത് വളരെ സമ്മർദ്ദം അനുഭവിച്ചിട്ടുണ്ട്. ആ സമയത്താണ് ഫോറസ്റ്റ് ഗംപ് എന്ന സിനിമ ഞാൻ കാണുന്നത്. നമുക്ക് വളരെ കാര്യങ്ങൾ ആ സിനിമയിൽ നിന്നും പഠിക്കുവാനുണ്ട്. അതിലെ കഥാപാത്രങ്ങളുമായി വളരെ സാമ്യം തോന്നിയ നാളുകൾ, വളരെ സാധാരണമെന്ന് നമുക്ക് തോന്നിയാലും ഒരിക്കലും വിട്ടുകൊടുക്കാത്ത മനസ്സ്. ആലിബാബ തുടങ്ങി കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. ഫോറസ്റ്റ് ഗംപ് എന്ന സിനിമയാണ് ആ സമയത്ത് എന്നെ മുന്നോട്ട് നയിച്ചത്. ചെയ്യുന്നതെന്തോ അതിൽ വിശ്വസിക്കുക, മറ്റുള്ളവർ എന്ത് കരുതിയാലും കുഴപ്പമില്ല. അതിലെ ഒരു ഡയലോഗ് ഉണ്ട്, ജീവിതം ഒരു ചോക്ലേറ്റ് പെട്ടി പോലെയാണെന്ന്. എന്താണ് അതിൽ നിന്ന് കിട്ടുക എന്നത് നിങ്ങൾക്ക് ഒരു ഉറപ്പുമില്ല. ഞാൻ ഇന്ന് ഇങ്ങനെയെല്ലാം ആയിത്തീരുന്നുവെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. അന്ന് 18 വർഷം മുൻപ് ആദ്യത്തെ മീറ്റിംഗിനായി കൂടിയവരോട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നമുക്ക് വിജയിക്കാനായാൽ ചൈനയിലെ 80% യുവജനങ്ങൾക്കും വിജയിക്കാനാകും. കാരണം ഞങ്ങൾക്ക് ധനാഢ്യനായ പിതാവില്ല, ശക്തരായ അമ്മാവന്മാരില്ല, ബാങ്കിൽ നിന്നോ ഗവൺമെന്റിൽ നിന്നോ ഒരു നയാ പൈസ പോലും കടം കിട്ടിയതുമില്ല. ഒരു ടീമായി ജോലി ചെയ്യുക. ദിനം തോറും 10 കോടി ആളുകളാണ് ആലിബാബ വെബ്സൈറ്റ് സന്ദർശിക്കുകയും സാധനങ്ങൾ വാങ്ങുകയും ചെയ്യുന്നത്. ചൈനയിൽ മാത്രം ഏതാണ്ട് 14 ദശലക്ഷം ആളുകൾക്കാണ് പ്രത്യക്ഷമായും പരോക്ഷമായും ഞങ്ങൾ ജോലി നൽകിയിട്ടുള്ളത്. വെറും 18 പേരിൽ നിന്നാണ് ആലിബാബ ആരംഭിച്ചത്. ഇന്ന് ഞങ്ങൾക്ക് 4 വലിയ ക്യാമ്പസുകളുണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഞങ്ങൾ വളർന്നത്. ഇന്ന് ആലിബാബയെ ലോകം മുഴുവൻ അറിയും. 18 വർഷം മുൻപ് ഈ ആശയം പറഞ്ഞപ്പോൾ പലരും നെറ്റിച്ചുളിച്ചു. എന്താണ് ഇതുകൊണ്ടുള്ള ഗുണം, എന്താണ് ഇ കൊമേഴ്സ് എന്ന് അധികം ആർക്കും അറിയില്ല. ഇന്റർനെറ്റിൽ ബിസിനസ് ചെയ്യാൻ പറ്റുമോ? ധാരാളം ചോദ്യങ്ങൾ. എന്നാൽ ഈ കാര്യങ്ങൾ മാറിയിരിക്കുന്നു. കുറച്ചുകൂടി കഴിയുമ്പോൾ ആളുകൾക്ക് ഇ കൊമേഴ്സ് നിത്യജീവിതത്തിലെ ഒഴിച്ചുകൂടാനാകാത്ത വൈദ്യുതി പോലെയോ കുടിവെള്ളം പോലെയോ ഉള്ള ഒന്നായി മാറിയിരിക്കും. അങ്ങനെ ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഞങ്ങളും സ്വപ്നം കാണുന്നത്. എന്റെ കുടുംബ പശ്ചാത്തലവും പഠനത്തിന്റെ നിലവാരവും എല്ലാം വെച്ച് നോക്കിയാൽ സത്യസന്ധമായി പറഞ്ഞാൽ ഞാനൊരു -3 എന്ന തലത്തിലാണ് എന്നെ കാണുന്നത്. ഞാൻ ആരാണെന്ന് എനിക്കറിയാം. എന്റെ അപ്പനും അമ്മയും വീട്ടിലെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരോ വലിയ കാശുകാരോ അല്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷങ്ങൾക്കിടയിൽ ഒരു നയാ പൈസ പോലും സർക്കാരിൽ നിന്നോ ചൈന ബാങ്കുകളിൽ നിന്നോ ഞങ്ങൾക്ക് കിട്ടിയില്ല. കോളേജിൽ ചേരാൻ വേണ്ടിയുള്ള പ്രവേശന പരീക്ഷ 3 പ്രാവശ്യം എഴുതി പരാജയപ്പെട്ടവനാണ് ഞാൻ. പരാജയങ്ങളുടെ ഒരു പരമ്പര തന്നെ എന്റെ ജീവിതത്തിലുണ്ട്. പ്രൈമറി സ്കൂളിൽ 2 തവണ ഞാൻ തോറ്റിട്ടുണ്ട്. മിഡിൽ സ്കൂളിൽ 3 തവണ തോറ്റിട്ടുണ്ട്. അന്ന് ഞങ്ങളുടെ നാട്ടിൽ ഹാങ്ഷുവിൽ ആകെ ഒരു മിഡിൽ സ്കൂളേ ഉള്ളൂ. പഠനത്തിൽ മോശമായതുകൊണ്ട് മറ്റു മിഡിൽ സ്കൂളിൽ പോകാനും നിർവാഹമില്ല. തിരസ്കരണം നമ്മുടെ ജീവിതത്തിൽ വലിയ പാഠങ്ങൾ തരുന്നുണ്ട്. ഇന്നും അനേകർ എന്നെ തിരസ്കരിക്കുന്നുണ്ട്. ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചിട്ട് 30 പ്രാവശ്യം എന്റെ അപേക്ഷ തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ട്. പോലീസിൽ ചേരാൻ പോയിട്ടുണ്ട്. ഞങ്ങൾ 5 പേരാണ് പോയത്. കൂട്ടുകാർ 4 പേരും തിരഞ്ഞെടുക്കപ്പെട്ടു. എന്റെ രൂപം കണ്ടിട്ട് അവർക്ക് എന്നെ വേണ്ട. KFC ചൈനയിൽ വന്നപ്പോൾ ഞങ്ങൾ 24 പേരാണ് ജോലിക്ക് അപേക്ഷിച്ചത്. അതിൽ 23 പേർക്കും ജോലി കിട്ടി. എന്നെ അവർ തിരസ്കരിച്ചു. ഹാർവാർഡിൽ പഠിക്കാൻ പോകാൻ ഞാൻ 10 തവണയാണ് അപേക്ഷിച്ചത്. 10 പ്രാവശ്യവും എന്റെ അപേക്ഷ തിരസ്കരിക്കപ്പെട്ടു. ചെറുപ്പത്തിലെ ഞാൻ ചിന്തിച്ചിരുന്നത് ഒന്നും അസാധ്യമല്ല എന്നാണ്. എന്നാൽ ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു, മറ്റുള്ളവരെ കൂടി പരിഗണിക്കുമ്പോൾ നമുക്ക് എല്ലാം സാധ്യമല്ല. നമ്മുടെ ഇടപാടുകാർ, സമൂഹം, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ. പക്ഷേ നമ്മുടെ സ്വപ്നം മുന്നിൽ കണ്ട് കഠിനാധ്വാനം ചെയ്താൽ അസാധ്യമായ യാതൊന്നുമില്ല. ആദ്യത്തെ 5 വർഷം നിലനിൽപ്പിനു വേണ്ടിയുള്ള ശ്രമമായിരുന്നു. ആദ്യത്തെ 3 വർഷം ഞങ്ങളുടെ വരുമാനം 0 ക്രമേണ ആലിബാബയിലൂടെ കുറെ പേരുടെ ജീവിതങ്ങൾ മാറിയ കാഴ്ച ഞങ്ങൾ കണ്ടു. പക്ഷെ ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഞാൻ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ച് ബിൽ കൊടുക്കുവാൻ തുടങ്ങിയപ്പോൾ എന്റെ ബിൽ ആരോ കൊടുത്തു കഴിഞ്ഞു. അവിടെ ഒരു കുറിപ്പ് വെച്ചിരിക്കുന്നു, സർ, ഞാൻ നിങ്ങളുടെ ആലിബാബ പ്ലാറ്റ്ഫോമിലെ ഒരു ഇടപാടുകാരനാണ്. ആലിബാബ വഴി ഞാൻ ജീവിതം കണ്ടെത്തി. നന്ദി. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ. നമ്മൾ അധ്വാനിച്ചു കൊണ്ടിരുന്നാൽ എല്ലാം സാധ്യമാണ്. ഓൺലൈൻ ബിസിനസിന്റെ പ്രധാന അടിസ്ഥാനം പരസ്പരമുള്ള വിശ്വാസമാണ്. ഈ വിശ്വാസം പടുത്തുയർത്താനാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. പരസ്പര വിശ്വാസം കുറവുള്ള ഒരു നാടാണ് ചൈന. എന്നാൽ ഇപ്പോൾ നോക്കൂ, 60 ദശലക്ഷം ഇടപാടുകളാണ് ദിവസം തോറും ഞങ്ങൾ നടത്തുന്നത്. ഇവർക്കാർക്കും പരസ്പരം അറിയില്ല. ഉൽപ്പന്നങ്ങൾ അയക്കുന്നു, പണം വാങ്ങുന്നു. മലകളും നദികളും 60 ദശലക്ഷം വിശ്വാസമാണ് ഓരോ ദിവസവും ആലിബാബയിലൂടെ സഞ്ചരിക്കുന്നത്. ആദ്യത്തെ 3 വർഷങ്ങൾ ആലിബാബ വെറും ഒരു വെബ്സൈറ്റ് മാത്രമായിരുന്നു. ഒരു വ്യാപാരവും നടന്നിരുന്നില്ല. ബാങ്കുകളൊന്നും ഇതിനോട് സഹകരിക്കുവാനും തയ്യാറായില്ല. എന്ത് ചെയ്യണമെന്നറിയില്ല. ഇതിനുവേണ്ടി ഞാനൊരു പണമിടപാട് സ്ഥാപനം തുടങ്ങിയാൽ സർക്കാർ ലൈസൻസ് തുടങ്ങി നൂലാമാലകൾ ഏറെയാണ്. അങ്ങനെയിരിക്കെയാണ് ദാവോസിൽ വെച്ച് ഒരു നേതൃത്വ പരിശീലന ക്ലാസ് കേൾക്കുന്നത്. ഉടൻ ഞാൻ ഹാങ്ഷുവിലേക്ക് വിളിച്ചു. ഇന്ന് തന്നെ ആലിപേയ്ക്ക് വേണ്ട നടപടികൾ തുടങ്ങുക. എന്ത് പ്രശ്നം
വന്നാലും ഇനി ജയിലിൽ പോകേണ്ടി വന്നാലും ഞാൻ പോയിക്കൊള്ളാം. അങ്ങനെയാണ് ആലിപേ തുടങ്ങുന്നത്. ആലിപേ തുടക്കത്തിൽ ആളുകൾക്ക് അംഗീകരിക്കുവാൻ വലിയ പാടായിരുന്നു. ആനമണ്ടത്തരം എന്ന് പറഞ്ഞാണ് അവർ എന്നെ കളിയാക്കിയത്. പക്ഷേ ഇന്ന് 800 ദശലക്ഷം ആളുകളാണ് ആലിപേ ഉപയോഗിക്കുന്നത്. ചെറുകിട ബിസിനസ്സുകാരെ ലോകം മുഴുവൻ എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ദൗത്യം. അനേക ലക്ഷം ചെറുകിട ബിസിനസ്സുകാരാണ് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ ഞങ്ങളുടെ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത്. അവരിൽ നിന്നും 30 കോടി ആളുകളാണ് വളരെ വിലക്കുറവിൽ കാര്യക്ഷമമായി ആലിബാബ വഴി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത്. വാഷിംഗ്ടൺ സംസ്ഥാനത്തെ കർഷകരുടെ 300 ടൺ ചെറിപ്പഴമാണ് കഴിഞ്ഞ വർഷം ചൈനയിൽ വിറ്റയച്ചത്. അമേരിക്കൻ സ്ഥാനപതി ഈ ആവശ്യവുമായി ആലിബാബയെ സമീപിക്കുകയായിരുന്നു. ഓർഡർ കിട്ടി 48 മണിക്കൂറുകൾക്കുള്ളിൽ ചെറി മുഴുവനും വിറ്റഴിച്ചു. പിന്നെയും ആവശ്യക്കാരായിരുന്നു. ഇതുപോലെ അലാസ്കയിൽ നിന്നുള്ള കടൽ ഉൽപ്പന്നങ്ങൾ ചൈനയിൽ വിറ്റഴിക്കുന്നുണ്ട്. ഇതെല്ലാം ചെറുകിടക്കാരിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങളാണ്. ലോകത്ത് എവിടെ നിന്നുമുള്ള സാധനങ്ങളും വീട്ടിലിരുന്ന് വാങ്ങുവാനുള്ള സൗകര്യമാണത്. വളരെ കുറഞ്ഞ തുകയാണ് പരസ്യത്തിൽ നിന്നും ഇടപാടുകാരിൽ നിന്നും ലഭിക്കുന്നത്. 1 കോടി ചെറുകിട ബിസിനസ്സുകാരാണ് ആലിബാബയിലുള്ളത്. ദിനം പ്രതി വാൾമാർട്ട് കഴിഞ്ഞാൽ ലോകത്തിലെ 2ാമത്തെ വലിയ ഇടപാടുകൾ നടത്തുന്ന ആലിബാബയിലാണ്. 10 വർഷത്തിനുള്ളിൽ വാൾമാർട്ടിനെ മറികടക്കാനാകുമെന്നാണ് പ്രതീക്ഷ. കാരണം പുതിയ 10,000 ഇടപാടുകാരെ അവർക്ക് വേണമെങ്കിൽ പുതിയ കെട്ടിടം, ഗോഡൌൺ തുടങ്ങി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ ഞങ്ങൾക്ക് ഇതിനെല്ലാം കൂടി 2 വലിയ സെർവറുകൾ മാത്രം മതി. 25,000 കോടി അമേരിക്കൻ ഡോളർ ശേഖരിച്ച ആലിബാബ IPO ആണ് ലോകത്തിലെ ഏറ്റവും വലിയ IPO ആയി കണക്കാക്കപ്പെടുന്നത്. എന്നാൽ 2001 5 ദശലക്ഷം ഡോളർ വെഞ്ചർ ക്യാപിറ്റൽ വഴി ശേഖരിക്കുവാൻ ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾ മടങ്ങിയത് നിരാശരായി വെറും കൈയോടെയാണ്. എന്നാൽ ഇപ്പോൾ നോക്കൂ, ഞങ്ങൾ ഈ ശേഖരിച്ച 25,000 കോടി അമേരിക്കൻ ഡോളർ വെറും പണമായല്ല ഞങ്ങൾ കാണുന്നത്. ഇത് ലോകം ഞങ്ങൾക്ക് തന്ന വിശ്വാസമാണ്. നല്ല ജോലിക്കു വേണ്ടി, നല്ല വരുമാനത്തിനു വേണ്ടി. അതുകൊണ്ട് തന്നെ ഇത് കാര്യക്ഷമമായി വിനിയോഗിക്കുക എന്നത് ഞങ്ങൾക്ക് വലിയ സമ്മർദ്ദം തന്നെയാണ്. കാരണം ഇപ്പോൾ ഓഹരി മൂലധനത്തിന്റെ കാര്യത്തിൽ IBM-നേക്കാളും വാൾമാർട്ടിനേക്കാളും മുകളിലാണ് ഞങ്ങൾ. മൂലധനത്തിന്റെ കാര്യത്തിൽ ലോകത്തിലെ 10 വലിയ കമ്പനികളിൽ ഒന്നാണ് ആലിബാബ. ആലിബാബയെല്ലാം തുടങ്ങുന്നതിന് മുൻപ് ഒരു ദിവസം ഞാൻ ഭാര്യയോട് ചോദിച്ചു, നിന്റെ ഭർത്താവ് സമ്പന്നനാകുന്നതാണോ സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടുന്നതിനാണോ നിനക്കിഷ്ടം? സമൂഹത്തിലെ ബഹുമാനമുള്ള ഭർത്താവിനെയാണ് അവൾ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം അവർ ഒരിക്കലും ഇങ്ങനെയൊരു വളർച്ച സ്വപ്നം കണ്ടിട്ടുണ്ടാവുകയില്ല. 1000 കോടി ഡോളർ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് കരുതുക. അത് ഒരിക്കലും നിങ്ങളുടെ പണമല്ല. അത് ജനങ്ങൾ നിങ്ങൾക്ക് തന്ന വിശ്വാസമാണ്. നിങ്ങൾ ആ പണം സർക്കാരിനേക്കാളും വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഇന്ന് എന്നെ ഏറ്റവും വിഷമിപ്പിക്കുന്നത് വളരെയേറെ ചെറുപ്പക്കാർ പ്രതീക്ഷയും ദർശനവും നഷ്ടപ്പെട്ടവരായി മാറി പരാതികൾ മാത്രം പറയാൻ തുടങ്ങുന്ന കാഴ്ചയാണ്. തുടർച്ചയായി തിരസ്കരിക്കപ്പെട്ടവനാണ് ഞാൻ. അത്രയും തിരസ്കരണം ഒരു പക്ഷേ നിങ്ങളിൽ അധികം പേർക്ക് കിട്ടിയിട്ടുണ്ടാവുകയില്ല. അവിടെയെല്ലാം പരാതികൾ പറയുവാൻ നിൽക്കാതെ എന്നിലെ കുറവുകളെ കണ്ടുപിടിച്ച് മാറ്റിയെടുക്കുവാനാണ് ഞാൻ ശ്രമിച്ചത്. നിങ്ങൾ വിജയിയോ പരാജിതനോ ആയിക്കോട്ടെ, പക്ഷെ നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് പരാതി പറയുവാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ലെന്ന് കരുതിക്കൊള്ളുക. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത്.